include Dr. Anilkumar Payyapalli Vijayan, Professor of English at Government Arts and Science College, Pathiripala, Kerala. He is a poet, public intellectual and cultural critic. He was a visiting scholar at the Buffett Institute for Global Affairs at Northwestern University, contributing to global academic conversation on race, caste and social difference. Our next panelist is Dr. Arya Gopi, an associate professor and head of the Department of English at the Samurian American College, University of Calicut, Kerala, where she has been serving since August 2010. She is a bilingual poet, translator, and academic working in English and Malayalam. Our moderator in section is Indulekha K.R., Assistant Professor of English at Government College, Kodacheri. She holds a PhD in English Language Education and specializes in areas such as green voices, language education, and translation. She is the ideal guide for today's section. Welcome. ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മുടെ ഇന്നത്തെ സെഷൻ ആരംഭിക്കുകയായി. എമേർജിംഗ് റൈറ്റേഴ്സ് ഫ്രം കേരള എന്നുള്ള സെഷനിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നത് അനിൽകുമാറും ആര്യ ഗോപിയുമാണ്. ആദ്യത്തെ ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലല്ല, നമ്മൾ പോയട്രി എന്ന് പറയുന്ന സാഹിത്യശാഖ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കവികളാണ്, അല്ലാതെ എഴുതാറുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, വാട്ട് ഈസ് പോയട്രി ഫോർ യു? എന്താണ് കവിത നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? കാരണം കവിതയെ നൂറ്റാണ്ടുകളായി പ്ലേറ്റോ തൊട്ട് അരിസ്റ്റോട്ടിൽ തൊട്ട് കവിത എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള ധാരാളം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തത്വചിന്താപരമായിട്ടുണ്ട്, പൊളിറ്റിക്കലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കവിത എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. നമസ്കാരം. അത് വളരെ ടഫായിട്ടുള്ളൊരു ചോദ്യമാണ്. എൻ്റെ ഒരു കവിതയിൽ അതിൻ്റെ ആദ്യത്തെ വരി ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: ഐ എം നോട്ട് എ പോയറ്റ് ലൈക്ക് മീ എന്നാണ് എഴുതിയത്. ഈ പോയട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഞാനൊരു പോയറ്റായിട്ട് സ്വയം കാണുന്നുമില്ല. അതാണ് അതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട സംഗതി. ഞാൻ പോയറ്റ് അല്ലാന്ന് തിരിച്ചറിഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, അത് ഞാൻ പറയാം. ഞാൻ PG ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, അപ്പോൾ MPhilന് പോകണം എന്നുള്ളൊരു പ്ലാനോട് കൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ PG കഴിഞ്ഞ് അതേ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ നമുക്ക് MPhil ജോയിൻ ചെയ്യാൻ പറ്റില്ല, 1 വർഷം ഗ്യാപ്പ് വേണ്ടി വരും. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു ടീച്ചറുണ്ട്, വളരെ അടുത്ത സുഹൃത്തൊക്കെയാണ്, CB മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട്. ആളുടെ വീട്ടിൽ പോയപ്പോൾ ആൾ എന്നോട് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞു. വലിയ ലൈബ്രറിയാണ് അന്ന്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സെൻസിബിലിറ്റി ഉള്ളൊരു വ്യക്തിയുടെ ലൈബ്രറി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മാഷ്ഡെയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 2-3 പോയട്രിയുടെ കളക്ഷൻസ് എടുത്തിരുന്നു. അതൊന്ന് ഒസിപ്പ് മാൻഡൽസ്റ്റാം എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യൻ പോയറ്റാണ്. വേറൊന്ന് അറ്റില യോട്ട്സെഫ് എന്ന് പറഞ്ഞ ഒരു ഹംഗേറിയൻ പോയറ്റുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് പോൾ സെലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പോൾ ചെലാനോ മറ്റൊക്കെ പറയാവുന്ന യുക്രൈനിയൻ ബോൺ ജർമ്മൻ ജൂയിഷ് പോയറ്റ്. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഇത് വായിക്കാൻ തുടങ്ങണം, ഈ കവിതകൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഐ വാസ് റിയലി ഫാസിനേറ്റഡ് ബൈ ഒസിപ്പ് മാൻഡൽസ്റ്റാംസ് പോയട്രി. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ കവിതയെക്കുറിച്ച് മനസ്സിലാക്കിയത് വളരെ ചെറുപ്പം മുതൽ. അമ്മ മലയാളത്തിൻ്റെ ഒരു ക്ലാസിക്കൽ പോയട്രിയുടെ ട്രഡീഷനൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം അമ്മ കവിതയൊക്കെ ചൊല്ലി അങ്ങനെ മലയാളത്തിൻ്റെ ഒരു പോയറ്റിക് സെൻസിബിലിറ്റി നമുക്ക് വളരെ കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സംതിങ് ഡിഫറെൻറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദിസ് ഐഡിയ ടു മൈ മദർ. സോ ഐ തോട്ട് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് മാൻഡൽസ്റ്റാംസ് പോയറ്റ് ഇൻറ്റു മലയാളം. അപ്പോൾ അങ്ങനെ ഒരു ഫ്രെയിമിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാനത് ചെറിയൊരു പോയാണ്. എനിക്ക് തോന്നുന്നു ഒരു ലീഫിനെ കുറിച്ചുള്ളൊരു ഇമേജും കണ്ടാണ് ആൾ ഉപയോഗിക്കുന്നത്. അതിൽ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. 1-2 ദിവസമൊക്കെ ഞാൻ ഇരിക്കുന്നുണ്ട്. ആകെ ഒരു 5-8 വരി ഉണ്ടാവുള്ളൂ. അതും വേണമെങ്കിൽ മാക്സിമം ഒരു 30 താഴെ വേർഡ്സ് ഉണ്ടാവുള്ളൂ അതിൽ.
പക്ഷെ 2 ദിവസം ഇരുന്നിട്ടും എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയൊരു പരിപാടിയല്ല കവിത എന്നുള്ളത്. ഞാനൊരു പോയിറ്റല്ല എന്ന്. അത് പോയട്രിക്ക് എന്തോ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു സവിശേഷമായിട്ടുള്ളൊരു ലോകബോധം ആവശ്യമുണ്ടെന്നുള്ളൊരു തോന്നൽ അപ്പോഴുണ്ടായത്. അപ്പം ഞാൻ സ്വയം അന്നേ തീരുമാനിച്ചിട്ടുള്ളതാണ് ഞാനൊരു പോയറ്റല്ല എന്നുള്ളത്. പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ MPhil പഠിക്കാൻ തുടങ്ങുന്ന മുതൽ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ വളരെ നേരത്തെ കേരളത്തിൽ തന്നെ വളരെ നേരത്തെ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ള ഒരാളാണ്. 90s തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട്, early 90s തന്നെ. 99 ആയപ്പോഴൊക്കെ തന്നെ ഞാൻ കമ്പ്യൂട്ടർ എൻ്റെ ഫുൾ MPhil തീസിസൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തത് ഇംഗ്ലീഷിലാണ്. അത് കിട്ടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതാൻ തുടങ്ങുന്നത്, ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സൊക്കെ റീഅറേഞ്ച് ചെയ്യാനും മറ്റൊക്കെ നമ്മൾ എഴുതുന്ന മാതിരത്തെ ബുദ്ധിമുട്ടില്ലല്ലോ. ആ ഒരു സൗകര്യം നോക്കിയാൽ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം, പിന്നെ പറ്റിയില്ലെങ്കിൽ റീസൈക്കിൾ ബിന്നിലേക്ക് വിടാമെന്നുള്ളൊരു സ്വാതന്ത്ര്യം ടെക്നോളജി കൊണ്ട് തന്നപ്പോഴാണ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത്. അത് കവിതയായിട്ടൊന്നും ഞാൻ സ്വയം തീരുമാനിക്കും. കാരണം ഞാനത് എഴുതുന്നതേ അതിന് ഒരു ഇതായിട്ട് കൊടുത്തന്നെ ഓഫ്, ബൈ ആൻഡ് ഫോർ എന്നിൽ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അത് വേറെ ആരും പ്രൈമറി ഒരു ഓഡിയൻസായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എനിക്ക് വേണ്ടി തന്നെ എഴുതുന്നൊരു സംഭവമായിട്ടാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പറയാവുന്നത് സ്ലാവോയ് ഷീഷക്കിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകത്തിന് അയാൾ തന്നെ ഒരു സെൽഫ് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്, ദ മെറ്റാസ്റ്റേസിസ് ഓഫ് എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലപ്പോൾ ആളെന്നെ ആളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഏത് ഇഡിയറ്റിനെ കൺവിൻസ് ചെയ്യാനായിട്ടാണ് ഇത്രയൊക്കെ എഴുതി കൂട്ടണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനാളെന്നെ പറയുന്ന മറുപടി, ആ ഇഡിയറ്റ് വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ്, എനിക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരർത്ഥത്തിൽ എൻ്റെ എഴുത്ത് അത്രേ ഉള്ളൂ, വളരെ പരിമിതമായിട്ടുള്ളൊരു അതിനൊരു സെൻസേ ഉള്ളൂ. എനിക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. എൻ്റെ ഒരു കവിതയുടെ അവസാന വരി തന്നെ അങ്ങനെയാണ്, ഫോർ ക്ലാരിറ്റീസ് നെവർ ആൻ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു എഫേർട്ട് ആ രീതിയിൽ കൊടുക്കുന്നൊരു സംഭവമാണ്, അല്ലാതെ അത് ഒരു ഡിവൈൻ ഇൻസ്പിറേഷനോ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. ടെക്നോളജി ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു എഴുത്തുകാരനാവുന്ന ഒരാൾ പോലല്ല. അതിപ്പോൾ ഞാൻ ആദ്യം ഇത് 10 വർഷം മുമ്പാണ് ഈ കവിതകൾ മുഴുവൻ നവയാനയുടെ എഡിറ്റർ ആനന്ദിന് അയച്ചു കൊടുക്കുന്നത്. അത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല, ഇതിന് പറ്റി ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് എഴുതിയത്. പക്ഷേ ആളൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. ഞാനത് മറന്നുപോയി. ഞാൻ പിന്നെ ആർക്കും അങ്ങനെ അയച്ചിട്ടൊന്നുമില്ല. പിന്നെ അതങ്ങനെ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. പിന്നെ കോവിഡ് സമയത്ത് ഈ കവിത വായിച്ച 1-2 പേര് വളരെ ശക്തമായിട്ട് ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ആനന്ദിനെ അയച്ചു എന്നുള്ളത് മറന്നിട്ട് വീണ്ടും അയച്ചു കൊടുത്തതാണ്. അപ്പോൾ തന്നെ ആൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് പറയാണ്, ഞാനിത് പോയിട്രി ഒന്നും പബ്ലിഷ് ചെയ്യാനില്ല, കാരണം അത് വിറ്റ് പോകുന്നില്ല. മീന കന്തസ്വാമി അങ്ങനെയുള്ളവരുടെയൊക്കെ ചിലതാണ് വലിയ വിൽപ്പനയുള്ളൂ, ബാക്കി അങ്ങനെ വിറ്റ് പോകുന്നൊരു സംഭവമല്ല പോയിട്രി. എന്നാലും ഇത് ഞാൻ തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ഇത് പോയിട്രി ആയിട്ട് ആനന്ദിനാണ് തോന്നിയത്, എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമില്ല കേട്ടോ. താങ്ക് യു. You has given us a detailed description on what poetry is. Sir, could you please read out some of the lines? Which one? This poem is titled Deep Past. അതൊരു എപ്പിഗ്രാഫോട് കൂടിയിട്ടുണ്ട്. പോൾ സെലാൻ്റെ ഒരു ചെറിയ കോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഞാൻ ആദ്യം വായിക്കാം. പോൾ സെലാനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതിന് മുമ്പായിട്ട് ഉക്രൈനിയൻ ബോൺ ജർമ്മൻ ജൂഷ് പോയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ജർമ്മൻ ഭാഷയിലാണ് ആൾ കവിത എഴുതിയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഹോളോകോസ്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ അറിയാമെന്ന് തോന്നുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സിലബസിലുണ്ടായിരുന്നു ചെലാൻ്റെ മറ്റേ ഡർഫ്യൂഗ് എന്നുള്ള കവിത മറ്റും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പോൾ സെലാൻ്റെ ഏറ്റവും വലിയ ക്രൈസിസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ അദ്ദേഹത്തിൻ്റെ ഫാമിലി മുഴുവൻ മറ്റേ തേർഡ് റൈക്കിൽ, അതായത് ഹിറ്റ്ലേഴ്സ് ജർമ്മനിയുടെ ആ ഒരു കാലഘട്ടത്തിൽ ഗ്യാസ് ചേമ്പറിലേക്ക് പോയിട്ടുണ്ട് ആളുടെ ഫാമിലി മൊത്തം. ഇദ്ദേഹം മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. പിന്നീട് അയാൾ കവിത എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ വലിയൊരു ക്രൈസിസ് ആൾ പേഴ്സണലി അനുഭവിച്ചിരുന്നു. ജർമ്മൻ ഭാഷയിൽ എങ്ങനെയാണ് കവിത എഴുതുക എന്നുള്ളത്. കാരണം ജർമ്മൻ നാഷണലിസമാണ്, അതിൻ്റെ തീവ്രദേശീയമായിട്ടുള്ള ആ ഭാഷയിലും സംസ്കാരത്തിലും അതിൻ്റെ പ്യൂരിറ്റിയിലൊക്കെ ഊന്നിയിട്ടുള്ള തീവ്രദേശീയതയാണ് ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളുടെ ലൈഫിനെ ഈ രീതിയിൽ
ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തെന്നുള്ളൊരു വലിയ ബോധമുള്ളപ്പോൾ അതേ ലാംഗ്വേജിൽ കവിത എഴുതുമ്പോൾ ഈ ഒരു അഗ്രസറിൻ്റെ എന്താ പറയുക ഭാഷ സംസ്കാരം ഒക്കെ താൻ അറിയാതെ കൈപ്പറ്റുന്നുണ്ടോ എന്നുള്ളൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ജർമ്മൻ ഭാഷ അറിയുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് ആ ക്രൈസിസിനെ പൊളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ഭാഷനെ തന്നെ വളരെ ഭീകരമായിട്ട് പൊളിച്ചെഴുതിയിട്ടാണെന്നാണ് പറയുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭാഷയാൾ പൊളിച്ചെഴുതുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പോയിട്രീനെ ഏറ്റവും ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ 20th സെഞ്ച്വറി കണ്ട ഏറ്റവും വലിയ ഒരു ഇൻ്റലക്ച്വൽ ഫിഗേഴ്സിലൊന്നായിട്ടുള്ള മാർട്ടിൻ ഹെയ്ഡഗറാണ്. ഇദ്ദേഹത്തിൻ്റെ ലിറ്റിൽ മാഗസീൻസിലൊക്കെ വരുന്ന കവിതകൾ ആദ്യം തിരിച്ചറിയുന്നത് അത് ഏതാണ്ട് ഒരു, കാരണം അന്നത്ര പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയല്ല ഇയാൾ. ഈ പോൾ ചെലാൻ്റെ കവിതകൾ ഏറ്റവും ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നതും പിന്നെ അവർ തമ്മിൽ പേഴ്സണലായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ട്. അതിൻ്റെ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ടിൻ ഹെയ്ഡഗർ ഒരുപക്ഷെ പ്ലേറ്റോന് തുല്യം എന്നൊക്കെ ചിലർ പറയുന്ന 20th സെഞ്ച്വറി ഫിലോസഫറാണ്. അദ്ദേഹത്തിൻ്റെ ഈ മേജറായിട്ടുള്ള ഫിലോസഫിക്കൽ വർക്ക് ആൾ ചെയ്യുന്ന സമയത്ത് തന്നെ നാറ്റ്സി പാർട്ടിയുടെ കാർഡ് ഹോൾഡിംഗ് മെമ്പറായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ തമ്മിൽ വളരെ ആഴത്തിലുള്ളൊരു സംഭാഷണം ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. ചെലാൻ ഇയാളുടെ ഫിലോസഫി വായിക്കുന്നുണ്ട്. പിന്നെ ചെലാൻ്റെ മരണശേഷം ആൾ ആത്മഹത്യ ചെയ്യുന്ന 50ാമത്തെ വയസ്സിൽ 1970-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇദ്ദേഹത്തിൻ്റെ ലൈബ്രറി പരിശോധിക്കുമ്പോൾ ഹെയ്ഡഗറിൻ്റെ വർക്ക് മിക്കവാറും എല്ലാതും വായിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് അടിവരയൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു പോയിറ്റിനെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരിക്കൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് പോൾ ചെലാൻ ഹെയ്ഡഗറിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഹെയ്ഡഗറിനെ കാണാനായിട്ട് പോകുന്നത് ആൾ ഒറ്റയ്ക്കൊരു മലയുടെ, ആൾ യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു, ഫിലോസഫി പ്രൊഫസറായിരുന്നു. അപ്പോൾ ആൾ ഇടയ്ക്ക് ഈ പണിയൊക്കെ മാറ്റിയിട്ട് ഒറ്റയ്ക്ക് ഒരു മലയുടെ മുകളിൽ, ടോട്ട്നാബർഗ് എന്നാണ് ജർമ്മനിൽ അത് അറിയപ്പെടുന്നത്, അതിൻ്റെ മുകളിൽ പോയിട്ട് ഒരു ഹട്ടിൽ താമസിക്കുമായിരുന്നു. അപ്പോൾ പോൾ ചെലാൻ ഒരിക്കലും ഇയാളുടെ അടുത്ത് പോകുന്നുണ്ട് കാണാനായിട്ട്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പോയാണ്, അത് ചെറിയ പോയാണ്, അത് ടോട്ട്നാബർഗ് എന്ന് തന്നെയാണ് ആ കവിതയുടെ പേര്. അപ്പോൾ ഈ മല കയറി പോകുന്നതും പെട്ടെന്ന് ഇയാൾ ഭയങ്കര ഷോക്ക്ഡ് ആവുന്നുണ്ട് ഈ വിസിറ്റേഴ്സ് ഡയറി കാണുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് വന്നതൊക്കെ പഴയ നാറ്റ്സികളാണ് അവിടെ ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇയാൾ ഒറ്റ ഒരു തിങ്കറിൻ്റെ ഹാർട്ടിൽ നിന്നൊരു വാക്കിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോളജി എന്നുള്ളൊരു വാക്ക് കേൾക്കാനായിട്ടാണ് ചെലാൻ പോകുന്നത്. പക്ഷേ ഹെയ്ഡഗർ അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല. ഹെയ്ഡഗർ സത്യം പറഞ്ഞാൽ അയാളുടെ നാറ്റ്സി പാസ്റ്റിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, മാത്രമല്ല അയാളുടെ വലിയൊരു പ്രണയബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ളത് അന്ന ഹാറൻ്റാണ്. 20th സെഞ്ച്വറി എന്താ പറയുക വുമൺ ഫിലോസഫേഴ്സിൽ ഒരുപക്ഷെ സിമോൺ ഡി ബുവേയുടെ മാതിരി പ്രധാനപ്പെട്ട സ്ഥാനം, ഒരുപക്ഷെ അതിനേക്കാളും മികച്ച ഫിലോസഫറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വ്യക്തിയാണ് ഹന്ന ആറൻറ്റ് എന്ന് പറയുന്നത്. അവർ ഒരു റൊമാൻറ്റിക് അഫെയർ ഉണ്ടായിരുന്നു. അവരും ജൂവിഷ് തന്നെയാണ്. ഓക്കെ, വളരെ എന്താ പറയുക കൾച്ചറൽ നാഷണലിസം പറഞ്ഞ് കാർഡ് ഹോൾഡിംഗ് മെമ്പറായിട്ടുള്ള ആൾക്ക് ഇങ്ങനത്തെ ഒരു അതർ സൈഡും ഉണ്ട്. ഇയാൾ ഒരിക്കലും അപ്പോളജൈസ് ചെയ്തില്ല. വളരെ ട്രബിൾഡായിട്ടാണ് ചെലാൻ പിന്നെ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ ഇതിലുണ്ട്, ഒരു ഇംപ്ലിസിറ്റായിട്ട്. അപ്പോൾ ചെലാൻ്റെ ആ ഒരു ഭാഗം വായിക്കാം. ഓൺലി വൺ തിങ് റിമൈൻഡ് റീച്ചബിൾ, ക്ലോസ് ആൻഡ് സെക്യൂർ എമിഡ് ഓൾ ലോസസ്, ലാംഗ്വേജ്. യെസ്, ലാംഗ്വേജ്. In spite of everything, it remained secure against loss. But it had to go through its own lack of answers, through terrifying silence, through the 1,000 darknesses of murderous speech. അത് ഹിറ്റ്ലറിൻ്റെ സ്പീച്ചാണ്, അല്ലെങ്കിൽ ആ കാലത്ത് പൊതുവിലുണ്ടായിരുന്ന സാധനമാണ് പറയുന്നത്. It went through, it gave me no words for what was happening, but went through it. ഇനി ഞാൻ എഴുതിയത് കേട്ടോ. Long ago, in the insurmountable silence and aloneness of my homeless nights, I always came back to you in search of a dialogue. I talked to you over and over, in desperation, in delirious fever. You gave me no answers, a shadow outside language, homeless within language, nothing.
That was when I thought I would paint you in watercolor, and I did it in black and red, incarcerating you in hexagonals, many. The portrait behind the television raised many eyebrows. One day, I overheard mother telling an aunt, "He's a poet whose family was finished in Hitler's time." Coincidence, I let your portrait perish and calmly watched over my growing inability at painting till she wrote in her poem that she wanted to see love in my always trembling hands. On the one hand, there is nothing. On the other, there is trembling. Unseen tears disburdening, one thing still missing. Unseen tears disburdening, one thing still missing. Thank you. It's your turn, Arya. നമസ്കാരം. എമേർജിംഗ് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഫ്രം കേരള എന്നാണ് നമ്മളുടെ ഈ ഒരു സെഷൻ്റെ ടൈറ്റിൽ. ഇന്ദുലേഖയുടെ ആദ്യത്തെ ചോദ്യം കവിത എന്താണ് എന്നുള്ളതായിരുന്നു. അതിന് ഉത്തരമില്ല. കാരണം ആ ചോദ്യം റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. അതിനുത്തരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഈ എഴുത്ത് പണിയിൽ നിലനിൽക്കാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു ഉത്തരത്തിലേക്കുള്ള പലതരം അന്വേഷണങ്ങളാണ്, പരിശ്രമങ്ങളാണ്, ശ്രമങ്ങളാണ് എഴുത്ത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനിൽ സാറിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എൻ്റെ ഒരു അനുഭവം. കവിത എന്താണ് അല്ലെങ്കിൽ സാഹിത്യം എന്താണ് എന്ന് അതിൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധതയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലുമൊക്കെ തലങ്ങളോ തിരിച്ചറിയുന്നതിന് മുൻപ് എഴുത്തിലും വായനയിലുമൊക്കെ ഇടപെടാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. അതിനൊരു ബാല്യകാല സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അത് വലിയ പ്രത്യേകതയൊന്നുമല്ല. അപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ കവിത എഴുതുന്നു, കഥകൾ എഴുതുന്നു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടോ, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ, അതൊന്നും അറിയില്ല. നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ ഉള്ളാൽ നമ്മളെന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വ്യത്യസ്തമായി നമുക്ക് പറയണം എന്ന് തോന്നുന്നു. ചിലപ്പോൾ നമ്മളത് പറയുന്നു. അതാരെങ്കിലും കേട്ടോ അല്ലെങ്കിൽ അതാരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ, ഇതൊന്നും ഒരു പ്രായത്തിനപ്പുറം നമ്മളുടെ പരിഗണനാ വിഷയങ്ങൾ പോലും അല്ല എന്നുള്ളതാണ്. കാരണം എഴുത്തിൻ്റെ ഒരു രംഗം തന്നെ ഒരുപാട് കോലാഹലവും ഒരുപാട് ബഹളങ്ങളും ഒക്കെയുള്ളൊരു രംഗമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ലാതെ അതിന് വളരെ നിശബ്ദമായിട്ടുള്ളൊരു വഴിയുണ്ട്. ഒച്ചിടയുന്നത് പോലെ ഒരു വഴി അതിനുണ്ട്. അതിൽ നമ്മൾ എഴുതുകയും പറയുകയും പാടുകയും എല്ലാം ചെയ്യുന്നു. എവിടെയൊക്കെയോ അർത്ഥം തിരയാൻ ശ്രമിക്കുന്നു. സാറ് പറഞ്ഞതുപോലെ തന്നെയാണ്, ശ്രമങ്ങളാണ് കവിതകൾ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എപ്പോഴും എന്താ നമ്മൾ പറയില്ലേ, ആർട്ട് ഇസ് എ ഫൈനാലിറ്റി വിത്തൗട്ട് എൻഡ്. കവിത ഒരു ഫൈനാലിറ്റിയാണ്, ഒരു അവസാനമാണ്. പക്ഷെ അതിനൊരു അവസാനമില്ല എന്ന് പറയുമ്പോൾ അതിലെല്ലാ അർത്ഥവും ഉണ്ട് എന്ന് നമ്മൾ കരുതണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ പറഞ്ഞതുപോലെ ഒരു കുട്ടിയാണ് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾ. കുട്ടിക്കളി എന്ന് നമ്മൾ വളരെ പരിഹസിച്ച് പറയുമെങ്കിലും കുട്ടികളുടെ കളിയാണ് സത്യത്തിൽ ഏറ്റവും പ്ലേഫുള്ളായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ കുട്ടിയായിരുന്നപ്പോഴും നമ്മൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഈ കുട്ടിക്കളിയുടെ ഈ പ്ലേഫുൾനെസ്സിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാലോചിക്കുമ്പോൾ സീരിയസ്നെസ് എന്ന് ആലോചിക്കേണ്ടതില്ല. റിയാലിറ്റിയാണ് ഈ പ്ലേഫുൾനെസ്സിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്. റിയാലിറ്റിയോട് നമ്മളിങ്ങനെ അടുക്കുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് കുറേയൊക്കെ വിട്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്ലേഫുള്ളായിരിക്കുമ്പോൾ, നമ്മളൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ, നമ്മൾ ആ ക്രിയേറ്റീവായിട്ടുള്ളൊരു കളികളിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ എന്തും ചെയ്യും. നമ്മൾ ഭയരഹിതരാണ്. സത്യം പറഞ്ഞാൽ നമുക്കപ്പോൾ ഭയമില്ല. അപ്പോൾ അവിടെ നമുക്ക് കവിതയോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ സ്പേസുകളും അഭയം ആണ്. അഭയം എന്ന വാക്കിന് നമ്മൾ നേരെ അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു മീനിങ്ങിനേക്കാൾ അപ്പുറത്ത് അതിനൊരു മീനിങ് ഉണ്ട്. ഭയമില്ലാത്ത ഒരു സ്ഥലമാണ് സത്യത്തിൽ അഭയം. അപ്പോൾ കവിത എന്ന് പറയുന്നത് ഭയമാണ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തൊക്കെയോ കണ്ട് ഭയം ഓടിപ്പോയി ഒളിച്ചിരിക്കുന്ന ഒരു വീടോ കൂടോ കാടോ അല്ലത്. എനിക്ക് ഏറ്റവും സ്വതന്ത്രമായിട്ട് എന്ത് വെച്ചാൽ ഞാൻ കളിക്കുന്നത്, ഒരു കവി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ, ചിന്തിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ, വായിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ നിങ്ങൾ ഭാഷ കൊണ്ടോ ആലോചനകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ ഒക്കെയാണ് പലതരത്തിലുള്ള പ്രക്രിയകളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ പ്ലേഫുൾനെസ്സാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ എഴുതുന്നു, വായിക്കുന്നു, പറയുന്നു, പലതരം കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഈ ജീവിതം പോരാ 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 എന്നിങ്ങനെ ജീവിതം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ നമ്മൾ എന്തൊക്കെയോ തേടിയുള്ള പലതരം അന്വേഷണങ്ങളിലാണ്. കവിത എന്താണ് എന്ന് ഇന്ദുലേഖയുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്ന ദിവസം എനിക്ക് തോന്നുന്നു പേനയൊക്കെ അടച്ചു വെച്ച് ഞാൻ മറ്റേതെങ്കിലും ഒരു ലോകത്തേക്കോ ജീവിതത്തിലേക്കോ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുത്തരം പിടിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കാതെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു പരിശ്രമമാണ്. ഈ പരിശ്രമത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്നോട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. മറ്റൊരാൾ എൻ്റെ മുൻപിൽ ഇല്ല എന്നുള്ളതാണ്. ഞാൻ എഴുതുന്നതും പറയുന്നതും വായിക്കുന്നതും കവിത ചൊല്ലിയാൽ പോലും അത് ആര് കേട്ടില്ലെങ്കിലും അതെനിക്ക് സന്തോഷമാണോ തരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അക്കിത്തം പറഞ്ഞതുപോലെ, സാർ ഒരുപാട് കവികളെ കോട്ട് ചെയ്തു, അപ്പോൾ ഞാൻ അക്കിത്തത്തെ ഓർക്കുകയായിരുന്നു. എനിക്ക് അസാധ്യം ഈ സുഖം വിവരിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞ സുഖം അത്ര സുഖമുള്ള ഒരു സുഖമല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ദുവിൻ്റെ ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ എനിക്കൊരു മറുപടി ഇല്ല. ചില ചോദ്യങ്ങൾക്ക് മറുപടി ആവശ്യമില്ല. കാരണം ഞാൻ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കവിത എന്താണ് എന്നാണ്. അപ്പം രണ്ടുപേരുടെയും കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലായി. ഇനി എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ചോദ്യമല്ല, ചോദ്യങ്ങളില്ല, ഇവിടെ ചില സംവാദം മാത്രമേ ഉള്ളൂ. അനിൽ സാറ് മലയാളത്തിൽ കവിത എഴുതിയിട്ടില്ല, ഇംഗ്ലീഷിൽ മാത്രമേ കവിത എഴുതിയിട്ടുള്ളൂ. പക്ഷെ ആര്യ മലയാളത്തിൽ എഴുതി തുടങ്ങുകയും പിന്നീട് ഇംഗ്ലീഷിലേക്ക് കവിത എഴുതുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ചോദ്യം രണ്ടുപേരോടാണ്, വൈ ഡു യു ചൂസ് ഇംഗ്ലീഷ്? ഞാനത് ആൻസർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പേന ഉപയോഗിച്ചല്ല കവിത എഴുതുന്നത്. അപ്പോൾ ആ സമയത്ത് മലയാളത്തിൽ സോഫ്റ്റ്വെയർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതാൻ സൗകര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, പെണ്ണുകൊണ്ട് കവിത ഒന്നും എഴുതിയിട്ടില്ല. അത് ഞാൻ ഏതാണ്ട് ഒരു 96 മുതൽ ഒരു 2012 വരെ എഴുതിയതൊക്കെയാണ് ഇതിലുണ്ടാവുള്ളൂ. അത് മേ ബി ഒരു 80 odd points, അത്ര 80 ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. 76 മറ്റെങ്ങാണ്ടാണ് അതിലെ കവിതകളുടെ എണ്ണം. പിന്നെ കോവിഡിന് ശേഷം ഞാനൊന്നും എഴുതിയിട്ടില്ല. അത്ര സുഖകരമായൊരു പ്രോസസ്സൊന്നുമല്ല എഴുത്തെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഉപേക്ഷിച്ചു. ഏതാണ്ട് കവിത എഴുത്തെന്ന് പറഞ്ഞ പരിപാടി കംപ്ലീറ്റായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എഴുതാൻ കാരണം ഈ പറഞ്ഞതാണ്. അത് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു എക്സിസ്റ്റൻഷ്യൽ ചോയ്സോ പിന്നെ മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, കുറേയും കൂടിയും വൈഡർ റീഡർഷിപ്പ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനങ്ങനെ ഒരു വായനക്കാരെ കണ്ടിട്ട് എഴുതിയതല്ല. വളരെ കുറച്ച് പേരെൻ്റെ കവിത വായിച്ചിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴും ഒരു 800 ബുക്കൊക്കെ വിട്ടുപോയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് 2 വർഷത്തിനുള്ളിൽ. അപ്പോൾ അങ്ങനെയല്ല, എനിക്ക് കുറച്ചും കൂടിയും പ്ലേ ചെയ്യാനായിട്ട്, വാക്കുകൾ കൊണ്ട് കളിക്കാൻ പറ്റുന്നത്, ഇമേജ് കൊണ്ട് കളിക്കാനൊക്കെ പറ്റുന്നത്. പ്ലേ എന്നുള്ള വാക്ക് എന്തുമാത്രം ശരിയാണെന്നറിയില്ല. ഒരു പ്ലേഫുൾ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. അത് കുറച്ചും കൂടി ഇംഗ്ലീഷാണ് സുഖം എന്ന് തോന്നിയിട്ടുണ്ട്. മലയാളത്തിൽ ഞാൻ എഴുതാറുണ്ട്, അത് വളരെ ഡ്രൈ ആയിട്ടുള്ള പ്രോസുകളാണ് കൂടുതൽ എഴുതുന്നത്. ഇതും ഡ്രൈ അല്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു ഫ്രീഡം ഇതിലുണ്ട്. മലയാളത്തിൽ എഴുതുന്നൊരു വ്യക്തിയാണ്, ധാരാളം എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ ഞാൻ. പക്ഷേ കവിത പരിശ്രമിച്ചിട്ടില്ല. അതിന് കാരണം ഇതാണ്. മറ്റേത് ഞാൻ എഴുതുക തന്നെയാണ് ചെയ്യുന്നത്. അത് എഴുതിയതിന് ശേഷം, കാരണം അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ കീ ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ആലോചിക്കണമല്ലോ, ഓരോ വാക്കുകൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ തോട്ടിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയിട്ടാണ് പിന്നെ അത് ഇംഗ്ലീഷിൽ ആ പ്രശ്നമില്ല. നേരെ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പേസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നത് കംഫർട്ടബിളാണ്. ഇപ്പോൾ എഴുത്ത് മലയാളത്തിലാണ് എഴുതേണ്ടി കയറി വരുന്നത് വെച്ചാൽ മലയാളത്തിൽ എഴുതും. അതിൻ്റെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധാരണ ഒരു റിക്വസ്റ്റ് എഴുതാണെങ്കിൽ പോലും ഇംഗ്ലീഷിൽ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമ്പ്യൂട്ടർ വേണം, പേപ്പറിൽ എഴുതാനും പറ്റില്ല. ഈ 2 പ്രശ്നമുണ്ട്. മലയാളത്തിൽ എഴുതാന്ന് വെച്ചാൽ പേപ്പർ വേണം, ഇംഗ്ലീഷിൽ എഴുതാന്ന് വെച്ചാൽ ഇത് വേണം. അങ്ങനത്തെ ഒരു അറിയാണ്ട് അങ്ങനെ സെറ്റായി പോയിട്ടുണ്ട് ഇപ്പോൾ. സോ ആര്യയുടെ സ്റ്റാൻഡ്സ് ഓൺ ഇങ്ക് ആൻഡ് ഇൻറ്റിമസി. ഞാൻ 2 ഭാഷയിലും 2 വള്ളത്തിലും കാലൂന്നി നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആ 2 കാലല്ലാതെ വേറെയും കാലുകളുള്ളതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു തേരട്ടയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് പോലെ ധാരാളം കാലുകൾ കൊണ്ട് നടക്കാൻ ശ്രമിക്കുന്ന ഒരു ജീവിയായിട്ടാണ് എനിക്ക് എന്നെ തന്നെ തോന്നിയിട്ടുള്ളത്.
മലയാളം ഒരു ഒരു ഹാബിച്വൽ ഫൾക്രമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു ശീലമാണ്. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന ഒരു ഭാഷയാണ്. ഇവിടെ ജനിക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ ജനിച്ച ആളുകളല്ലല്ലോ നമ്മളാരും. അപ്പോൾ ഈ നാടിൻ്റെ അതിസ്വാഭാവികമായ ഒരു ഭാഷ അത് നമ്മുടെ ഉള്ളിലേക്ക് ഓർഗാനിക്കായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നു എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ നമ്മൾ മാതൃഭാഷ സെൻറ്റിമെൻറ്റ്സോടുകൂടി കണ്ടില്ലെങ്കിൽ പോലും ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഭാഷ സംസാരിക്കുന്നു, ഈ ഭാഷയിൽ എഴുതുന്നു, ഈ ഭാഷയിൽ ചിന്തിക്കുന്നു, ഈ ഭാഷയിൽ പുലരുന്നു. ഭാഷ നമ്മളെ ഉടച്ചു വാർക്കുന്നു, നമ്മൾ ഭാഷയെ ഉടച്ചു വാർക്കുന്നു. നമ്മൾ പല ഭാഷകൾ മിക്സ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ മംഗ്ലീഷ് ആക്കുന്നു, നമ്മൾ ഹിംഗ്ലീഷ് ആക്കുന്നു. അപ്പോൾ നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭാഷ ഇങ്ങനെ വെള്ളം പോലെ ഒഴുകുന്നത് കൊണ്ട് എഴുതി തുടങ്ങിയ കാലത്ത് മലയാളത്തിലാണ് എഴുതിയത്. അതിൽ വേറെ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മലയാളമായിരുന്നല്ലോ നമുക്കറിയുന്ന ഒരു ഭാഷ, നമ്മുടെ ചുറ്റുപാടിൻ്റെ ഭാഷ അതായിരുന്നു. പക്ഷേ നമ്മളൊരു ഭാഷാ തീവ്രവാദിയൊന്നും അല്ലാത്തത് കൊണ്ടും ഒരു ഭാഷയോടും നമുക്ക് വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും പഠിക്കാൻ അവസരം കിട്ടിയ ഭാഷ, അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടം തോന്നിയ ഭാഷ, വായനയിലൂടെ കൂട്ടുചേർന്ന ഭാഷ ഇംഗ്ലീഷായിരുന്നു. അപ്പോൾ ഡിഗ്രിയും പി ജിയും ഒക്കെ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന ധാരാളം കവിതകളും കഥകളും പലതരം സാഹിത്യ രൂപങ്ങളും ഇതെല്ലാം ഒരു പരിധിവരെയൊക്കെ നമ്മളെയും സ്വാധീനിക്കും. ആദ്യമൊക്കെ നമ്മൾ അതിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ആ ഇമിറ്റേഷനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ കടക്കും. അങ്ങനെ അതിസ്വാഭാവികമായി മറ്റൊരു ഭാഷ പഠനത്തിലൂടെ നമ്മളുടെ ഭാഗമാകുന്നു. ഒരു ഭാഷ ജനനത്തിലൂടെ നമ്മുടെ ഭാഗമാകുമ്പോൾ മറ്റൊരു ഭാഷ പഠനത്തിലൂടെ നമ്മുടെ ഭാഗമാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പരിശ്രമത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇത്. അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല എപ്പോഴാണ് ഇംഗ്ലീഷിൽ എഴുതണം എന്നൊക്കെ തീരുമാനിച്ചത്. ഇതൊന്നും തീരുമാനിച്ചുറപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ഒരു പക്ഷേ ട്രാൻസ്ലേഷൻ്റെ പല വഴികളിലൂടെ സഞ്ചരിച്ചൊക്കെ പോയപ്പോഴായിരിക്കാം ഇംഗ്ലീഷിൽ എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കാലത്ത് ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് എഴുതി പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാലത്ത്, അല്ലെങ്കിൽ ധാരാളം ജേർണൽസൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്ത് അതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല. നമുക്ക് ഏത് ഇൻ്റർനാഷണൽ ജേർണലിൽ വേണമെങ്കിലും നമ്മുടെ കവിതകൾ അയച്ചു കൊടുക്കാനും അത് പ്രസിദ്ധീകരിച്ച് വരാനും ഒക്കെയുള്ളൊരു സാധ്യത നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു കുറച്ച് കാലം മുൻപ് വരെ അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭാഷാഭേദമൊന്നും എഴുത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല. നമ്മുടെ ഭാഷയിൽ എഴുതുമ്പോൾ അതിൻ്റെ ഒരു ചൊല്ലൽ വഴികൾ, അതിൻ്റെ ഒരു പാരമ്പര്യ ചൊല്ലൽ വഴികൾ കവിത ചൊല്ലാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ ഒരു പരിശ്രമം മറ്റൊരു രീതിയിലാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. മാഷ് പറഞ്ഞതുപോലെ പേന എടുത്ത് മാത്രം കവിത എഴുതിയാൽ കവിത വരുന്നൊരു കാലമൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ മാത്രം കവിത എഴുതിയാൽ കവിത ഇങ്ങനെ മാത്രമേ ഊർന്നു വരികയുള്ളൂ എന്ന് വിചാരിച്ചൊരു പി ജി കാലം, ഒരു ഡിഗ്രി കാലമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യമാണ് പലപ്പോഴും നമ്മളെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കുന്നത്. അത് സാറ് പറഞ്ഞു വളരെ കറക്റ്റാണ്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് മനുഷ്യൻ അങ്ങനെ ഒരു ജീവിയാണ്. ഏത് സാഹചര്യത്തിനനുസരിച്ചും ജീവിക്കാൻ പ്രാപ്തി നേടുന്ന അല്ലെങ്കിൽ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവി തന്നെയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് പേനയില്ലാതെയും നേരിട്ട് കമ്പ്യൂട്ടറിലേക്കോ ഫോണിലേക്കോ നമുക്ക് എഴുതാൻ സാധിക്കും. കവിതയാണ് എഴുതുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യം എപ്പോഴും ഉണ്ട്. അത് കവിത ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കവിത എല്ലാ കാലത്തും ഒരു ന്യൂനപക്ഷത്തിൻ്റേതാണ്. കവിത ആളുകൾ നോവൽ വായിക്കുന്നത് പോലെ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരു പൾപ്പ് ഫിക്ഷൻ വായിക്കുന്നത് പോലെ ആളുകൾ അതിന് പുറകെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും ഒക്കെ വളരെ സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ്. ഈ ഒരു കവിത ഇരുന്ന് ഇംഗ്ലീഷിൽ എഴുതി കളയാം എന്ന് വിചാരിച്ച് എഴുതുന്നതല്ല. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾക്ക് പുറത്ത് അങ്ങനെ എഴുത്തിനെ നമ്മൾ വഴിതിരിച്ച് വിടാൻ ശ്രമിക്കാറുണ്ട് എന്ന് മാത്രം. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പലപ്പോഴും ഒരു വൈഡർ ഓഡിയൻസിലേക്ക് നമ്മളുടെ കവിത വളരെ പെട്ടെന്ന് എത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. മലയാളവും ഇംഗ്ലീഷും കവിതകൾ വായിക്കാം. കവിത കാരണം ഒരു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു ഫെലോഷിപ്പൊക്കെ കിട്ടി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്ന് പോയി വരാനായിട്ട് സാധിച്ചു, ഒരു ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ സമയത്ത് ആൽപ്സ് മൗണ്ടൻസിൻ്റെ ടിറ്റ്ലിസിൻ്റെ മുകളിൽ കയറാൻ പറ്റിയപ്പോൾ എഴുതിയൊരു കവിതയായിരുന്നു ടിറ്റ്ലിസ് എന്നൊരു കവിത. അത് ഈ ലക്കം ഭാഷാ പോഷണിയിലാണ് പ്രസിദ്ധീകരിച്ച് വന്നത്. അപ്പോൾ സാർ ഒരു ഇംഗ്ലീഷ് കവിത ചൊല്ലിയത് കൊണ്ട് ഞാനൊരു മലയാളം കവിത ചൊല്ലാമെന്ന് വിചാരിക്കുന്നു. എമേർജിങ് റൈറ്റേഴ്സ്, ആക്ച്വലി ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഫ്രം കേരളയൊക്കെ ആണെങ്കിലും മുൻപിലിരിക്കുന്ന ഓഡിയൻസ് മലയാളികളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കവിത ചൊല്ലാം. ടിറ്റ്ലിസ് എന്നാണ് കവിതയുടെ പേര്. മഞ്ഞുമഞ്ഞെന്നു കൊതിച്ച കുട്ടിത്തം, കുഞ്ഞുമോഹം കുളിർപ്പിച്ച കൗമാരം,
ഇന്നു നിൽക്കും ടിറ്റ്ലിസ് മലമോളിലെൻ്റെ സാഗരപക്ഷിക്കു യൗവനം. സ്നിഗ്ധമായവയെല്ലാം പകർത്തിവെച്ചങ്ങുമിങ്ങും പടരുന്ന സ്വപ്നങ്ങൾ. പഞ്ഞി പോലെ പറക്കും തുഷാരാർദ്ര രംഗനൃത്തത്തിൽ പ്രായം മറന്നു ഞാൻ. സ്വർഗമാളികയ്ക്കപ്പുറം വാസന്ത വെണ്ണിലാവിൽ ഗസൽ പെയ്ത യാത്രയിൽ പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ തൊട്ടു ഞാൻ ഉച്ചരിക്കുന്നതേതു മേഘസ്വരം. പാഠപുസ്തകത്താഴ്വര ചുറ്റിലെ ജോഗ്രഫിക്ക് കവിത തൻ ഛായയോ, ഭൂപടത്തിൽ വിരൽ തൊട്ട ദിക്കിലെ ഊരു ചുറ്റുന്ന വാക്കിൻ്റെ തോഴിയോ. പാഠപുസ്തകത്താഴ്വര ചുറ്റിലെ ജോഗ്രഫിക്ക് കവിത തൻ ഛായയോ, ഭൂപടത്തിൽ വിരൽ തൊട്ട ദിക്കിലെ ഊരു ചുറ്റുന്ന വാക്കിൻ്റെ തോഴിയോ. ആയുസിൻ്റെ നിലാവള്ളിയിൽ തൂങ്ങി മോഹമഞ്ഞിൽ ചവിട്ടി നടന്നിടം. ദേഹമാകെ പടർന്ന മതിഭ്രമം, ഭാഷയില്ലാ പലായന പാഴ്നിലം. ഊർന്നു പോകുന്നു കാലുറയ്ക്കുന്നില്ല, ധൂളിയാവുന്നു കണ്ണാടി ശയ്യകൾ. നീലവാനത്തിരത്തൂവലായി വീണു താണു പോവുന്നു പാദമൂന്നുന്നിടം. വന്ന പാത മറന്നു പൊയ്പോയതോ, വിണ്ണിലേക്കു പടരാൻ കുതിച്ചതോ, മഞ്ഞുരുട്ടിക്കുഴച്ചു ഞാൻ എന്നിലെ കുഞ്ഞിനെ പോലെ നീന്തി തുടിച്ചതോ. നാവിലിത്തിരി മഞ്ഞിൻ്റെ അക്ഷരം നാദമംഗളം ചൊല്ലിക്കുറിച്ചതോ, സ്വാദു നോക്കാനൊരൽപ്പം നുണഞ്ഞതും. ഹാ, തരിച്ചു മനം മരവിച്ചുവോ. ഉപ്പുപോലല്ലെരിവല്ല, തേനല്ല, ചുക്കു ചുണ്ണാമ്പു പോലല്ല, കയ്പല്ല, മഞ്ഞു മഞ്ഞായിരിക്കട്ടെ, മണ്ണിൻ്റെ അന്നദാനത്തിനില്ല പുളിരസം. ഉപ്പുപോലല്ലെരിവല്ല, തേനല്ല, ചുക്കു ചുണ്ണാമ്പു പോലല്ല, കയ്പല്ല, മഞ്ഞു മഞ്ഞായിരിക്കട്ടെ, മണ്ണിൻ്റെ അന്നദാനത്തിനില്ല പുളിരസം. വിത്തുപോലും മുളയ്ക്കാത്ത ശൂന്യതയ്ക്കർത്ഥമെന്തെന്നു തേടി ഞാൻ ടിറ്റ്ലിസിൽ. ജന്മഭാരം ജഡഭാവമിങ്ങനെ പൊന്നുഷസ്സിലും സായന്തനത്തിലും എന്തിനാവാം മഹാമൗനതാപസച്ചില്ലുകാട്ടിൽ യുഗാവരണപ്പടം. കോടി വർഷങ്ങൾ ലാവയായിങ്ങനെ മൂടിവെച്ച ചരാചര പ്രേമത്തിൽ ആദിവംശവിഷാദികളാരുടെ സ്മാരകം തീർത്ത് ധ്യാനിച്ചിരുന്നിടം. പണ്ടു പണ്ടേ കൊതിച്ച ഹിമച്ചുരുൾ ചുണ്ടിലേകാന്ത സഞ്ചാരമോഹികൾ എന്തിനാണുമ്മ വയ്ക്കുന്നതിങ്ങനെ കണ്ണുനീരിറ്റി നിൽക്കുന്ന ടിറ്റ്ലിസേ. രക്തസമ്മർദ്ദമാപിനി പിന്നെയും ഒറ്റ സൂചി കയറ്റിറക്കങ്ങളിൽ നിൽക്കുകില്ലെന്നുറപ്പിച്ചു പായുന്നു. വിഹ്വലാത്മാവുറഞ്ഞ മഞ്ഞാണു ഞാൻ. ടിറ്റ്ലിസ് എന്നെ മറക്കാതിരിക്കുമോ? ടിറ്റ്ലിസ് എന്നെ മറക്കാതിരിക്കുമോ? 10,000-ഓളം അടി മുകളിലുള്ള ഒരു കൊടുമുടിയാണ് ടിറ്റ്ലിസ്. ഫേസ്ബുക്കിലൊക്കെ ആൾക്കാരെ യൂറോപ്യൻ യാത്രയിലെ ഒരു അവിഭാജ്യമായ ഫോട്ടോ ആണ് ടിറ്റ്ലിസ് ഫോട്ടോ. സർ, നിങ്ങൾ രണ്ടുപേരും രണ്ട് ഭൂഖണ്ഡങ്ങളിലായിട്ട് റെസിഡൻസി ഫെലോഷിപ്പ് കിട്ടിയിട്ട് പോയിട്ട് ചെയ്ത് അതിൻ്റെ ഒരു അനുഭവം, ആ അനുഭവം ഒന്ന് പങ്കുവെക്കണം. ഷിക്കാഗോ എക്സ്പീരിയൻസ്. ഞാനങ്ങനെ അപ്ലൈ ചെയ്ത് പോയൊരു റെസിഡൻസി പ്രോഗ്രാം അല്ല, അവരെന്നെ ഇൻവൈറ്റ് ചെയ്ത് പോയതാണ്. ഞാനങ്ങനെ
പോകാൻ താല്പര്യപ്പെട്ടൊരു വ്യക്തിയല്ല. ഞാൻ പരമാവധി അത് ഒഴിവാക്കാൻ നോക്കിയതാണ്. പിന്നെ പബ്ലിഷർ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചുകൊണ്ട് പോകേണ്ടി വന്നതാണ്. അപ്പോൾ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ ധ്രുപദ് സിംഗറൊക്കെയാണ്, ആനന്ദ് എന്ന് പറയുന്ന നവയാനയുടെ. ഒരു പെരിഫറൽ ലെവലിൽ ഒരു അമേരിക്കൻ ലൈഫിൻ്റെ എല്ലാം നമുക്കവിടെ കാണാനായിട്ട് പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ഉണ്ടായത്. അതായത് വേറൊരു തലത്തിലല്ല, ചില ഇപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഈ ഷിക്കാഗോ റിവറിലൂടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ് ആർക്കിടെക്ചർ ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു ലേഡി അവിടെ നിന്നിട്ട് ഈ രണ്ട് സൈഡിലുള്ള വലിയ വലിയ സ്കൈ എന്താ പറയുക അംബരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് അതിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള വലിയ ഡിസ്ക്രിപ്ഷൻസ് തന്നുകൊണ്ടിരിക്കും ഈ പോകുന്നതിൻ്റെ ഇടയിൽ നിന്നിട്ട്. അപ്പോൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിക്കാഗോ എന്നുള്ള ഒരു പേരെങ്ങനെ വന്നു എന്നുള്ളതാണ്. അത് പറയുന്നത് എന്താ വെച്ചാൽ അവിടുത്തെ ഇൻഡിജീനസ് ആയിട്ടുള്ള പോപ്പുലേഷൻ അവരുപയോഗിച്ചിരുന്ന ഒരു വാക്കാണത് ഷിക്കാഗോ. വൈൽഡ് അണിയൻസ് എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അപ്പോൾ അവിടെ വളരെ ധാരാളമായിട്ട് ഈ നദീതീരത്ത് വളർന്നിരുന്നൊരു ഒരു കാട്ടു ഉള്ളിയുടെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും എങ്ങനെ എനിക്കറിയില്ല, വളരെ ഫാലിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അതായത് യൂറോപ്യൻ കോളനൈസേഷൻസിൻ്റെ വലിയ അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഡിസ്പ്ലേയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഡോക്യുമെൻറ്റുകളാണ് അവിടെ കാണാൻ പറ്റുന്നത്. ആ ഭാഗത്തുനിന്ന് അവിടുത്തെ തദ്ദേശവാസികൾ കംപ്ലീറ്റ് ആയിട്ട് നിഷ്കാസനം ചെയ്യപ്പെട്ടതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് അവർ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. അതാണ് അവർ നമ്മളുടെ ടൂറിസ്റ്റ് കേസിന് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് അത് മാത്രമല്ല, രണ്ടിടത്ത് ഇപ്പോൾ ട്രംപ് ടവറൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒക്കെ ഗ്ലാസ് ടവേഴ്സാണ് സത്യം പറഞ്ഞു. ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പോകുന്ന മൊത്തം ടൂറിലും ഒരു പക്ഷീനെ പോലും നമുക്ക് കാണില്ല, ഒരു മത്സ്യത്തിനെ പോലും റിവറിൽ കാണാനായിട്ട് പറ്റില്ല. ഭയങ്കര സഫോക്കേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ആ ഒരു അനുഭവം തന്നത്. എനിക്ക് മാത്രമല്ല ആനന്ദിന്. ഞങ്ങൾ രണ്ടുപേരൊന്നും മിണ്ടുന്നില്ല. അവസാനം ആദ്യമായിട്ടൊരു പക്ഷീനെ ഇത്തിരി ഓപ്പൺ സ്പേസിലേക്ക്, ഈ ടവേഴ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്പേസിലേക്ക് കടക്കുമ്പോഴാണ് സീഗൾസിനൊക്കെ കാണാനായിട്ട് തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മൾ അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് അത് വാൾട്ടർ ബെന്യാമിൻ്റെ വളരെ പോയറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എവറി ഡോക്യുമെൻ്റ് ഓഫ് സിവിലൈസേഷൻ ഈസ് അറ്റ് ദ സെയിം ടൈം എ ഡോക്യുമെൻ്റ് ഓഫ് ബാർബാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. സിവിലൈസേഷൻ എല്ലാ ഡോക്യുമെൻറ്റുകളും അതേസമയം തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും കൂടിയാണെന്നുള്ളത്. അതാണ് എനിക്ക് അതിൻ്റെ ഒരു ഫൗണ്ടിങ് ആയിട്ടുണ്ടായിട്ടുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് പിന്നെ ഐ ഹാഡ് ടു തിങ്ക് അബൌട്ട് അംബേദ്കറിൻ്റെ വർക്കിൽ എന്തുകൊണ്ടാണ് വളരെ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറി ആയിട്ട് ഇവിടുത്തെ സോക്കോൾഡ് ST പോപ്പുലേഷനെ കൺസീവ് ചെയ്യാത്തതെന്നുള്ളൊരു വലിയ ചോദ്യം എനിക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം അംബേദ്കർ എടുത്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദളിത്സിനെ കുറിച്ച് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന അതേ കൺസെപ്റ്റൽ ടൂൾസോ കാറ്റഗറി ഉപയോഗിച്ചുകൊണ്ടല്ല ആദിവാസി സമൂഹങ്ങളെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജിക്കൽ ചോദ്യം എന്നിൽ വരുന്നുണ്ട്. കാരണം അംബേദ്കർ ആളുടെ ആദ്യ അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ എഡ്യൂക്കേഷനൊക്കെ നടത്തുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ്. ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഈ അമേരിക്കൻ റേഷ്യൽ ഇഷ്യൂസ് വരുന്നുണ്ട്. പക്ഷേ അംബേദ്കറിൻ്റെ ആ കാലത്തെ റൈറ്റിങ്ങുകളിൽ അംബേദ്കർ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പരിചിതമായിട്ടില്ല എന്നുള്ള രീതിയിലുള്ളൊരു സംശയം എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിരുന്നു. ഒരു പക്ഷേ അക്കാലത്തുള്ള മെയിൻ സ്ട്രീം ഹിസ്റ്റോറിയോഗ്രഫിയുടെ ടൂൾസ് മാത്രമേ ആൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അന്നത്തെ ആർക്കൈവ്സിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ അബോറിജിനൽ പോപ്പുലേഷൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടൊന്നും കിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു കാര്യം കൂടിയായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു എക്സ്ക്ലൂഷൻ എങ്ങനെയാണ് അമേരിക്കൻ ഹിസ്റ്ററിയിൽ നടക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കവിത ചിലപ്പോൾ പരിചയം ഉണ്ടാകും. നമ്മൾ ആരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. മറ്റേ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പരിചയം ഉണ്ടാവും ചിലപ്പോൾ. അത് ശരിക്കും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് ആ പോയം എന്ന് പറഞ്ഞാൽ.
കവിത അത്ര സുഖകരമായിട്ടുള്ളൊരു വായനയല്ല. ആ കവിതയിൽ തുടങ്ങുന്നത് ഒരു യാത്ര പോകുന്ന ഒരാളെക്കുറിച്ചാണ്. കുതിരപ്പുറത്ത് യാത്ര പോകുന്നതാണ്. ആ കുതിരപ്പുറത്ത് യാത്ര പോകുമ്പോൾ ആൾ പെട്ടെന്നൊരു സ്ഥലം കണ്ടിട്ട്, വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ളൊരു സീൻ കണ്ടിട്ട്, ഒരു ഫോറസ്റ്റ് മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നത് കണ്ടിട്ടാണ് ആൾ പെട്ടെന്ന് കുതിരേനെ നിർത്തുകയാണ്. എന്നിട്ട് ആ ഭംഗി ആസ്വദിക്കാനായിട്ട് ആളവിടെ കുറച്ച് നേരം നിൽക്കുന്നു. അപ്പോൾ ഈ കുതിര പെട്ടെന്നുണ്ടല്ലോ, ഇതിവിടെ നിൽക്കേണ്ട സ്ഥലമല്ലല്ലോ, കാരണം ഇവിടെ ഒരു ഫാം ഹൗസോ മറ്റൊന്നുമില്ല. കുതിരേനെ സാധാരണ എന്താ പറയുക, റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നിർത്തുക. അതോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു എന്താ പറയുക മഞ്ഞു മൂടി കിടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നിർത്തുമ്പോൾ കുതിര ഒരു പ്രത്യേക രീതിയിൽ ഒച്ച വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നത്, മൈ ലിറ്റിൽ ഹോഴ്സ് മസ്റ്റ് തിങ്ക് ഇറ്റ് ക്യൂർ ടു സ്റ്റോപ്പ് വിതൗട്ട് എ ഫാം ഹൗസ് നിയർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇയാൾക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ടോ, ഇവിടെ ഒരു ഫാം ഹൗസ് ഇല്ലാണ്ട്. അതായത് വളരെ എന്താ പറയുക ഹ്യൂമനൈസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഹ്യൂമൻ സിവിലൈസേഷൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്ന ഒരു കുതിരേനെയാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കുതിരേനല്ല നമ്മളവിടെ കാണുന്നത്, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ യുക്തിയിൽ. എന്നിട്ട് അവിടെ അല്ല പ്രശ്നം. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൂസ് വുഡ്സ് ദീസ് ആർ ഐ തിങ്ക് ഐ നോ എന്നാണ് പറയുന്നത്. ഹിസ് ഹൗസ് ഈസ് ഇൻ ദ വില്ലേജ് ധോ. അതായത് ഇത് ആരുടെ സ്ഥലമാണെന്ന് എനിക്കറിയാമെന്നാണ് പറയുന്നത്. അയാൾ ഇവിടെ അല്ല താമസിക്കുന്നതെങ്കിലും എനിക്കറിയാം ഇത് ആരുടെ സ്ഥലമാണെന്നുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്യൻ കോളനൈസേഷൻ്റെ ഒരു പ്രത്യേക യുക്തിയോടെ പ്രാവർത്തികമാവാൻ തുടങ്ങി. സമയം അതിക്രമിച്ചോ? ഓക്കെ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതായത് പ്രോപ്പർട്ടിയാക്കി മാറ്റാണ്, ഒരു കൊമേഴ്സ്യൽ പ്ലോട്ടാക്കി മാറ്റാണ്. നമ്മൾ ചീഫ് സിയറ്റലിൻ്റെ ഒക്കെ കോൺവെർസേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ അബോറിജിനൽ പോപ്പുലേഷൻ എങ്ങനെയാണ് ലാൻഡിനോട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. അതവർക്ക് ഒരു പ്രോപ്പർട്ടി അല്ല, ഒരു ഒബ്ജക്റ്റ് അല്ല, ഇറ്റ് ഈസ് അനദർ ബീയിങ്. നമ്മളുടെ അതേ സ്റ്റേറ്റസ് ഉള്ള മറ്റൊരു ഉണ്മയായിട്ടാണ് ലാൻഡിനെയും വെള്ളത്തിനെയും വായുവിനൊക്കെ അവരനുഭവിച്ചിരുന്നത്. അത് പെട്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ വരുന്നു, പ്രോപ്പർട്ടി ആവുന്നു, കൊമേഴ്സ്യലൈസ്ഡ് ആവുന്നു. ആ ഒരു കൊമേഴ്സ്യലൈസ്ഡ് ആയിട്ടുള്ള ലാൻഡിലൂടെയാണ് ഇയാൾ ട്രാവേഴ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു വെസ്റ്റേൺ സിനിമയുടെ യുക്തിയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കൗബോയാണ് പോകുന്നത്. എന്നിട്ട് ഇയാൾ അവസാനം പറയുന്നത് മലയാളത്തിലൊക്കെ വളരെയധികം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വരികളാണ്. ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നാണ്. അതായത് പണി ഇവിടെ അവസാനിച്ചിട്ടില്ല, ഇനിയും ഒരുപാട് ദൂരം പോകണം. ആ ഒരു ദൂരം നമുക്ക് ശരിക്കും അതിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ട്രംപ് തിരിച്ചു വരുന്നുള്ള ആ ഒരു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ ലാസ്റ്റ് പോയിന്റിലാണ് ഞാനവിടെ പോകുന്നത്. പക്ഷേ ട്രംപ് തിരിച്ചു വരുന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിരുന്നു അവിടെ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം നമ്മളിന്ന് കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ അമേരിക്കനെ കുറിച്ച് ഇപ്പോൾ കാഫ്കയുടെ നോവലിൽ കാണുന്ന അമേരിക്കയല്ല, അല്ലെങ്കിൽ അംബേദ്കർ അമേരിക്കനെ കുറിച്ചുണ്ടായിരുന്നൊരു വലിയ സോഷ്യൽ ഇമാജിനേഷനിൽ കാണുന്നൊരു സാധനമല്ല. വളരെയധികം ബോൾക്കനൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ജാതീയമായിട്ട് തിരിയുന്നൊരു അമേരിക്കനെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ താമസിച്ചിരുന്നത് വെള്ളക്കാരെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഇവാൻസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള നോർത്തേൺ പാർട്ടാണ്. നമ്മൾ സൗത്തിലേക്ക് പോകും തോറുണ്ടല്ലോ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ, ഇന്ത്യക്കാരും പാകിസ്ഥാനികളും താമസിക്കുന്ന ഒരു ഭാഗം കാണാം, ബ്ലാക്സിൻ്റെ സ്ഥലങ്ങൾ കാണാം. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നമ്മൾ കേരളത്തിൽ പോലും കാണാത്ത ചില കാര്യങ്ങൾ. ഞാൻ അവിടെ ഭിക്ഷക്കാരെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പലതരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് വളരെ ഗ്രേഡഡ് ആയിട്ടുള്ള, വളരെ അണീക്വലായിട്ടുള്ള ഒരു സാമൂഹ്യ ഘടന വളരെ ശക്തമായിട്ട് എമേർജ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് എന്നെ സംബന്ധിച്ച് അത്ര വലിയൊരു സുഖകരമായിട്ടൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. സാറ് പറഞ്ഞതിന് വിഭിന്നമായിട്ടുള്ളൊരു അനുഭവമാണ് എനിക്കുള്ളത്. യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത്. പക്ഷേ പല തരത്തിലുള്ള ജോലികളുടെ സമ്മർദ്ദത്തിനൊക്കെ ഇടയിൽ, എന്തിനറിയാം, അധ്യാപകർ എവിടെ ഉണ്ടെങ്കിലും അറിയാം, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലീവ് എടുത്ത് യാത്രയ്ക്ക് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. അപ്പോൾ PhD ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ പോസ്റ്റ് ഡോക്ടറിനും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ നഗരം സാഹിത്യ നഗരമാകുന്നത്. അപ്പോൾ സാഹിത്യ നഗരങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന
ഒരു ഫെല്ലോഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് യൂറോപ്പിലേക്ക് പോകാൻ സാധിച്ചത്. അത് സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. എഴുത്തുകാർക്കൊക്കെ പൊതുവേ ഉണ്ടാകുന്ന ഒരു മടിയുടെ ഭാഗമായിട്ട് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ നീക്കി വെച്ച് നമ്മളെ കൃത്യമായി ഇവിടുത്തെ നോഡൽ ഓഫീസിൽ നിന്ന് ഇന്ന് ചെയ്യൂ, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. പക്ഷേ ഒരു 400ഓളം എഴുത്തുകാരിൽ നിന്ന് നമ്മളുടെ പ്രൊജക്റ്റ് തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ യാത്ര ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പണം, ആരോഗ്യം, സമയം ഉണ്ടെങ്കിൽ ആർക്കും എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു ലോകത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മൾ യാത്രകളെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. കവിതയും നൃത്തവും കൂടി കമ്പൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പോയട്രി പ്രൊജക്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോയത്. അപ്പോൾ പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ക്രിയാത്മകമായി ചെയ്യാൻ സാധിക്കും, നമ്മളുടെ സാധാരണ ഡ്യൂട്ടികൾക്കപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ പലതരം പരിശ്രമങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു യാത്ര സാധ്യമായത്. പക്ഷേ യാത്ര ചെയ്ത് അവിടെ എത്തിയപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായും അല്ലാതെയും പല രാജ്യങ്ങളിലേക്കൊക്കെ നിരന്തരം ഇങ്ങനെ സഞ്ചരിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് തോന്നി ഇത്ര ദൂരം പോയത് വെറുതെ ആയില്ല എന്ന് തോന്നി. കാരണം അക്കരപ്പച്ച എപ്പോഴും നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ എന്താണ് എന്നറിയാൻ ഏതൊരു സാമാന്യ മനുഷ്യനും ഒരു ആഗ്രഹമുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അവിടെ എന്താണെന്നറിയാൻ അവിടെ ഒന്ന് പോയി യാത്ര ചെയ്ത് ആ അനുഭവങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരുന്നതിൽ ഒരു ജീവിതകാലത്തിൽ അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. അത് കാൾസ്റൂഹെ എന്ന് പറയുന്ന ജർമ്മനിയിലെ ആ സ്ഥലം തന്നെ ഒരു മീഡിയ സിറ്റി, യുനെസ്കോയുടെ ഒരു മീഡിയ സിറ്റി ആയിരുന്നു. അവിടെ നടക്കുന്ന ചില ടെക്നോളജികൾ വെച്ചിട്ടുള്ള ചില പരിശ്രമങ്ങൾ, ചില പരീക്ഷണങ്ങളൊക്കെ കണ്ടാൽ നമ്മളിങ്ങനെ കലയുടെ ഏതറ്റത്തൊക്കെയാണ് ഈ ലോകം സഞ്ചരിക്കുന്നത് എന്ന് ആലോചിച്ചിങ്ങനെ വാ തുറന്നിങ്ങനെ നിന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ കവിത, മുദ്രകൾ, മോഹിനിയാട്ട മുദ്രകൾ ബേസ് ചെയ്തിട്ടുള്ള കവിത, ആ കവിത ചൊല്ലുകയും അത് റെക്കോർഡ് ചെയ്യുകയും അതിന് വിഷ്വൽസ് ഷൂട്ട് ചെയ്യുകയും അതെല്ലാം കൂടെ പിന്നെ പല രീതിയിൽ പലതരം ടെക്നോളജികൾ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുകയും അതൊരു വലിയ പനോറമിക് ലാബിൽ ഇങ്ങനെ ഒരു 360 ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്റ്റുഡിയോയിൽ അത് പ്രദർശിപ്പിക്കാനും സാധിക്കുകയുണ്ടായി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പ്രായത്തിൽ എനിക്കത് വലിയ വിസ്മയകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നിരിക്കാം. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊക്കെ എന്തെന്നൊക്കെ തോന്നുകയാണെങ്കിൽ പോലും. പക്ഷേ എനിക്ക് രസകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്ന ഓരോ ഇടത്തും നമ്മളറിയാത്ത നമ്മളുടെ വായനയിലോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ നമ്മുടെ പൊതുവായിട്ടുള്ള പലതരം അറിവ് ശേഖരങ്ങളിലോ വരാത്ത പലതരം കാര്യങ്ങൾ നമ്മളെ അവിടെ ഇങ്ങനെ കാത്തു വെക്കുന്നുണ്ടാകും. ഞാൻ ജോയിൻ ചെയ്യാൻ ചെന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ജർമ്മൻ ഭാഷയിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ ഇങ്ങനെ ഒരു 100-100ഓളം ആളുകളുടെ പേരുകൾ ഇങ്ങനെ നിരന്തരമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇവരിന് മുൻപ് ഇവിടെ ജോലിയെടുത്ത അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്ത കലാകാരന്മാരുടെ പേരുകളായിരിക്കുമെന്ന് സത്യസന്ധമായി ഞാനിങ്ങനെ വിചാരിച്ചു. നോക്കുമ്പോൾ അതിൻ്റെ താഴെയെല്ലാം പൂക്കൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് പൂക്കൾ കാണുമ്പോൾ നമ്മളിത് മരിച്ചുപോയ ആളുകളുടെ പേരുകളാണെന്ന് സ്വാഭാവികമായും വിചാരിക്കുമല്ലോ. ലോകമഹായുദ്ധങ്ങളിൽ മരിച്ചുപോയ ആളുകളുടെ പേരുകളാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് പ്രത്യേകമായി ഈ സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്? ഇതൊരു ZKM എന്ന് പറയുന്ന ഒരു ആർട്സ് ആൻഡ് മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ. അപ്പോൾ ഇതെന്തിനാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നിങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇത് ഹിറ്റ്ലറുടെ കാലത്ത് ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ച ഒരു ആയുധപ്പുരയായിരുന്നു. അതിനെ ഒരു സ്കൂളിൻ്റെയോ യൂണിവേഴ്സിറ്റിയുടെയോ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഇല്ലെങ്കിൽ ബോംബിട്ട് അത് നശിപ്പിച്ച് കളയുമായിരുന്നു. അപ്പോൾ അതിനെ ഒരു സ്കൂളിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ട്രക്ചറിലാണ് ആ കെട്ടിടത്തിൻ്റെ ഒരു നിർമ്മാണം. അത് പകുതിയോളം തകർന്നു പോയി. പിന്നീട് അത് റീസ്ട്രക്ചറൊക്കെ ചെയ്ത് റീബിൽഡൊക്കെ ചെയ്ത് ഇപ്പോൾ കാണുന്ന രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഒരു ആയുധപ്പുരയാണ് പിന്നീട് ഒരു കലാശാലയായി മാറിയിരിക്കുന്നത്. അത് ആദ്യത്തെ ദിവസം കിട്ടിയ ഒരു ചെറിയ ഒരു ഷോക്കായിരുന്നു. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അനുഭവങ്ങൾ ഓരോ ഇടത്തും നമ്മൾക്കിങ്ങനെ കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വത്തിക്കാനിൽ പോയപ്പോൾ ഭയങ്കര ഒരു ബഹളം കണ്ടു. അപ്പോൾ വത്തിക്കാൻ ആ ഒരു ട്രാം സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ ആ പരിസരത്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു മോക്ക് ഡ്രില്ല് പോലെ ഒരു വലിയ ബഹളം. പോലീസുകാർ എങ്ങനെ ഈ പോക്കറ്റടിക്കാരിൽ നിന്ന് നമ്മുടെ ബാഗുകൾ സംരക്ഷിക്കാം എന്നുള്ള മോക്ക് ഡ്രില്ല് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വളരെ സൗഹൃദം അതിങ്ങനെ നിന്ന് നോക്കുന്ന കണ്ടപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ പറഞ്ഞു, ബാഗൊക്കെ വളരെ നന്നായി സൂക്ഷിച്ചോളൂ, പോക്കറ്റ് അടിക്കാർ ബാഗ് പറിച്ച് എടുത്ത് ഓടുന്ന ആളുകളെല്ലാം ഇവിടെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ പല സിറ്റികളിൽ പോയെങ്കിലും ദൈവത്തിൻ്റെ ഈ ഒരു സ്വന്തം നാട്ടിൽ വത്തിക്കാനിൽ വെച്ചാണ് ഒരു പോലീസുകാരൻ പറയുന്നത്, നിങ്ങൾ പാസ്പോർട്ടും പണവുമുള്ള ബാഗ് നെഞ്ചോട് ചേർത്ത് വെച്ചോളൂ, എവിടെ ഇത് പോക്കറ്റ് അടിച്ചും കൊണ്ടുപോകാൻ ധാരാളം കള്ളന്മാരുണ്ട് എന്ന്. അത് ദൈവത്തിൻ്റെ സ്വന്തം സിറ്റിയാണ്. അവിടെ നിന്നാണ് ഇത് പറയുന്നത്. ഇങ്ങനെ ഓരോ ഇടത്ത് പോകുമ്പോഴും നമ്മളുടെ നെഞ്ചിൽ തറയ്ക്കുന്ന രീതിയിലുള്ള
പലതരം അനുഭവങ്ങൾ ഇങ്ങനെ യാത്രകൾ നമുക്ക് കാത്തുവെക്കും. അപ്പോൾ ആ യാത്രയുടെ ഒരു സുഖം ഞാൻ കൃത്യമായും ഈ 3-3.5 മാസക്കാലം ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പോയി എന്നുള്ളൊരു പേരിൽ അത് അനുഭവിച്ചു എന്നുള്ളതാണ്. നമ്മൾ ധാരാളമായിട്ട് ആർട്ട് ഗാലറികളുടെ ഒരു സ്ഥലമാണ് യൂറോപ്പ്. പ്രശസ്തമായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ചിത്രങ്ങൾ പല ആർട്ട് ഗാലറികൾ അവിടെയുണ്ട്. മാനസികമായി വെല്ലുവിളി നേരിടുന്ന മനുഷ്യർ വരച്ച ഒരു അവരുടെ കലാ ചിത്രങ്ങളും അവരുടെ ശില്പങ്ങളും ഒക്കെ വെച്ചൊരു ആർട്ട് ഗാലറി എനിക്ക് ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് കാണാൻ സാധിച്ചു. അതായത് നമ്മൾ നോർമൽ എന്ന് കരുതുന്ന മനുഷ്യരുടെ ധാരാളം ചിത്രങ്ങൾ നമ്മൾ പലയിടങ്ങളിൽ ആർട്ട് ഗാലറികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഡോക്ടറാണ്, ഒരു സൈക്കോളജിസ്റ്റാണ് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആർട്ട് ഗാലറി ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിനായി വന്ന പേഷ്യൻസിൻ്റെ കലാഭിരുചി മനസ്സിലാക്കി അവരെ കൊണ്ട് ചിത്രം വരപ്പിക്കുകയും അവരുടെ ശില്പങ്ങളെല്ലാം എടുത്തു വെക്കുകയും അത് കാണുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകും. പിന്നീട് പ്രശസ്തരായിട്ടുള്ള പല ആർട്ടിസ്റ്റുകളും ഇവിടെ വരികയും ഇത് കാണുകയും ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആവുകയും ചെയ്തു എന്നിങ്ങനെ അവിടെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ യാത്ര എപ്പോഴും നമുക്ക് ചിലപ്പോൾ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം, ചിലപ്പോൾ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം. പക്ഷേ എന്നാൽ പോലും യാത്ര തരുന്ന അനുഭവങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. ചെറുതോ വലുതോ ആകട്ടെ, നമുക്ക് മടങ്ങി വരാൻ പറ്റുന്ന ഏത് യാത്രയും നമ്മെ അത്രമാത്രം ആനന്ദിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഈ ഫെലോഷിപ്പിനായി പോയ ഈ ഒരു യാത്ര വേറൊരു സന്തോഷം, നമ്മൾ കവിതയിലാണ് പരീക്ഷണങ്ങൾ ചെയ്യുന്നത്. കവിതയിൽ പരീക്ഷണങ്ങൾ ചെയ്യാൻ എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നൃത്തവും കവിതയും അതിനൊരു വീഡിയോ ഫോമും കൊടുത്തൊരു വീഡിയോ പോയിട്രി ആക്കിയിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ആ കിട്ടിയ അവസരം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ വിനിയോഗിക്കാൻ ശ്രമിച്ചു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. അത് നൃത്തത്തോടുള്ളൊരു താല്പര്യവും അതിൻ്റെ ഒരു കാരണമാകാം. മറ്റൊരു കല നോക്കൂ, ഈ കലകൾക്കൊന്നും ഈ ജാനർ ഡിവിഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഫ്ലെക്സിബിലിറ്റിയാണ് കലയുടെ ഒരു ആധാരം എന്നെനിക്ക് തോന്നുകയാണ്. നമ്മൾ ലോകത്ത് കവിത അതിൻ്റെ രൂപഭാവങ്ങളൊക്കെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത്. കവിതയ്ക്ക് ടെക്സ്റ്റ് പോലും ഇല്ല. പെർഫോമൻസ് പോയിട്രിയുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്പോക്കൺ വേർഡ് പോയിട്രിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാറാ കെ എന്നൊക്കെ പറയുന്ന ചില കവിതയുടെ ടെക്സ്റ്റ് അന്വേഷിച്ച് പോയാൽ ടെക്സ്റ്റുകൾ കിട്ടില്ല, ടെക്സ്റ്റ് ഇല്ല. ടെക്സ്റ്റിനപ്പുറത്തേക്ക് കവിത പോയി കഴിഞ്ഞു. പെർഫോമൻസ് പോയിട്രിയുടെ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണമാണ് ചുറ്റും മുഴുവനായിട്ടും നടക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ യാത്ര എനിക്ക് വളരെയധികം അത്ഭുതങ്ങളും സന്തോഷവും വിസ്മയവും ഒക്കെ തന്നൊരു ഫെലോഷിപ്പ് യാത്രയായിട്ട് ജീവിതത്തിൽ അടയാളപ്പെടുത്താനാണ് സത്യം പറഞ്ഞാൽ താല്പര്യം. ഓഡിയൻസ്, ഇറ്റ്സ് യുവർ ടേൺ. നമ്മൾ ഏകദേശം ഈ ചർച്ച കഴിയാറായി. അതിന് ഓഡിയൻസിന് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ So I think no questions. Okay, so we are going to wind up the session. Thank you for being with us. Okay, once again, thank you.